നമസ്കാരം. ഒരു വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ. അതെന്താണെന്ന് വെച്ചാൽ അടുത്ത ഞായറാഴ്ച അത് 21 ജൂൺ 21 അന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ യോഗ ദിനത്തിൽ വെച്ചിട്ട് ഗുരുവായൂർ സംഘടനയുണ്ട്, പൈതൃകം ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു ആത്മീയ സംഘടന. ആ സംഘടന എല്ലാമാർക്ക് ഇത്ര കാലം ഭഗവാൻ അനുഗ്രഹത്താൽ ആത്മീയതയ്ക്ക് വേണ്ടി, സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി നൽകിയ സംഭാവനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരുവായൂർ പൈതൃകം എന്ന സംഘടന എല്ലാമാർക്കും ഒരു പുരസ്കാരം നൽകുകയാണ് ഈ വരുന്ന ഞായറാഴ്ച യോഗാ ദിനത്തിൽ ജൂൺ 21 അത് നടത്തുന്നത് ഗുരുവായൂർ വെച്ചാണ്. അപ്പോൾ എല്ലാമാർക്കും പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ മികവിൻ്റെ അംഗീകാരം ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. അന്ന് അവരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഒരു ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാമാർക്കും എവിടെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നടത്തിയാലും ഒരുപാട് ആൾക്കാർ അതിൽ വന്ന് പങ്കെടുക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന കാര്യം കൂടിയാണ്. നമ്മളിപ്പോൾ എല്ലാ ഞായറാഴ്ചയും കാലത്ത് 10 തൊട്ട് 10:15 വരെ 10:30 വരെ നമ്മുടെ മെഡിറ്റേഷൻ പ്രോഗ്രാം ലൈവായിട്ട് ചെയ്യാറുണ്ട്. കാരണം ആൾക്കാർ അത്രയധികം ആഗ്രഹിക്കണ കാരണം, ആവശ്യപ്പെടുന്ന കാരണം നമ്മളത് ചെയ്യാറുണ്ട്. അത് നമ്മൾ എവിടെ പ്രോഗ്രാം വെച്ചാലും ലൈവായിട്ട് പ്രോഗ്രാം അത് നേരിട്ട് അതിൽ അറ്റൻഡ് ചെയ്യാൻ ആൾക്കാരോട് പറയുകയാണെങ്കിൽ അത്രയും ആവശ്യത്തോടു കൂടി ആൾക്കാർ എത്താറുണ്ട് എവിടെയായാലും. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മൾ ഈ ജൂൺ 21 പൈതൃകം, ഗുരുവായൂരുള്ള പൈതൃകം സംഘടന എല്ലാമാർക്കും ആദരവ് നൽകുമ്പോൾ, അംഗീകാരം നൽകുമ്പോൾ അവരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ അവിടെ ഒരു ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഒപ്പം മുരുക പൂജയും ചെയ്യുന്നുണ്ട്. മുരുക പൂജ നിങ്ങളുടെ മെറ്റീരിയൽ കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ മുമ്പിൽ വെക്കുന്ന പ്രാർത്ഥനയാണ്. അത് നിങ്ങൾക്ക് എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും അറിയാം. ഒപ്പം ഉണ്ടാവുന്ന ഒരു എനർജി, പവർഫുള്ളാன എനർജി. അതേപോലെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ആത്മീയമായ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ ഉയർത്താനുള്ള ഭഗവാന്റെയും മുരുകവാന്റെയും വല്ലലാസത്തിൻ്റെ അനുഗ്രഹത്തിൽ നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ആ ചടങ്ങിലേക്കും എല്ലാ പരിപാടികളിലേക്കും, ആ ചടങ്ങിലെ എല്ലാ പരിപാടികളിലേക്കും, അതായത് എല്ലാമാർക്ക് കിട്ടുന്ന ആദരവ്, അംഗീകാരം, ഒപ്പം ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ, പിന്നെ മുരുക പൂജ, ആ ജൂൺ 21 ഗുരുവായൂർ വെച്ച് നടത്തുന്ന ചടങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. ഉറപ്പായും വരണം. പിന്നെ ആ എല്ലാമാർക്കും കിട്ടുന്ന ആ അംഗീകാരം അന്ന് ഞാനവിടെ ഉണ്ടാവും, ഞാനത് സാക്ഷിയാവും. പക്ഷെ അത് സ്വീകരിക്കുന്നത് എല്ലാമാർക്കും ഗ്രൗണ്ട് ഫോഴ്സ് ടീമാവും. എല്ലാമാർക്കും ഗ്രൗണ്ട് ഫോഴ്സ് ടീമിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ആത്മീയ രംഗത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവരുടെ അച്ചടക്കം, അവരുടെ പ്രവർത്തനം, അവരുടെ പ്രവർത്തന മികവ്, അത് പഴനിയിൽ പരിപാടി നടത്തിയാലും, ഗുരുവായൂർ പരിപാടി നടത്തിയാലും, ഡൽഹിയിലായാലും, സിക്കിമിലായാലും അവിടെ എത്തിച്ചേർന്ന് അവർ നടത്തുന്ന ആത്മാർത്ഥമായ പ്രവർത്തനം എപ്പോഴും എത്രയോ ആൾക്കാരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ അവാർഡിന് അർഹർ അവരും കൂടിയാണ്. അപ്പോൾ ഞാൻ സാക്ഷിയായിട്ട് നിൽക്കും. എല്ലാമാർക്കൊക്കെ വേണ്ടി ഗ്രൗണ്ട് ഫോഴ്സ് അംഗങ്ങൾ അവാർഡ് സ്വീകരിക്കും. ഒപ്പം ഭഗവാന്റെ അനുഗ്രഹത്താൽ എൻ്റെ ലൈറ്റ് ബോഡി മെഡിറ്റേഷനും പിന്നെ മുരുക പൂജയും ചെയ്യും. ദിവസം അടുത്ത ഞായറാഴ്ച ജൂൺ 21 ഞായറാഴ്ച 4 മണി. സമയം പറയാൻ ഞാൻ മറന്നു. 4 മണി. സ്ഥലം ഞാൻ നോക്കിയിട്ട് വായിക്കാം. പെരുന്തട്ട ശിവക്ഷേത്രം ഗുരുവായൂർ. ആർക്കും ഗുരുവായൂർ അടുത്തൊരു കിലോമീറ്ററാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കും വരാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ തീയതി 21/6 സമയം 4 മണി. സമയം ഒന്നും കൂടി ശ്രദ്ധിക്കുക, 4 മണി. ഡേറ്റ് അടുത്ത ഞായറാഴ്ച 21 സ്ഥലം ഗുരുവായൂർ ശ്രീ പെരുന്തട്ട ശിവക്ഷേത്രം. അത് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ള സ്ഥലമാണ്. കാരണം 1 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ സ്ഥലത്ത് പോയിട്ടില്ല, പക്ഷെ എത്താൻ പറ്റാവുന്ന വളരെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഒപ്പം ഈ ഗുരുവായൂർ പൈതൃക സംഘടനയ്ക്ക് അവരുടെ ചടങ്ങിന്, അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. പിന്നെ
നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാമാർക്ക് ഗ്രൂപ്പുകളിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഇട്ടിട്ടുണ്ട്. ആ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഗുരുവായൂർ അടുത്ത ഞായറാഴ്ച 4 മണിക്ക് പെരുന്തോട്ട ശിവക്ഷേത്രത്തിൽ വെച്ച് കാണാം. ഒരുമിച്ചിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാം. സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായൂരിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. ഓം ശരവണഭവായ നമഃ. ജയ് പൈനാണ്ടവ.